ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഇതിനുണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷേർട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ ഫുള്ളായിട്ട് എല്ലാവരും കാണാം. വെറും 4 ചേരുവകൾ കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി ഡിഷേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ല. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷേർട്ടാണ്. വിരുന്നുകാരൊക്കെ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ 2 പാക്കറ്റ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിൽ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ചൈന ഗ്രാസ് മെൽറ്റാക്കുന്നത് ആ പാത്രത്തിലേക്ക് കട്ട് ചെയ്തിട്ട് കുതിരാൻ വെക്കുക. എന്നാൽ പിന്നെ പെട്ടെന്ന് മെൽറ്റായിട്ട് വരും കേട്ടോ. കട്ട് ചെയ്തിട്ട് കുതിരാൻ വെച്ചാൽ നമ്മളെ ചൈന ഗ്രാസ് പെട്ടെന്ന് മെൽറ്റായിട്ട് വരും. ഇപ്പോൾ ചൈന ഗ്രാസെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. അതിന് നമുക്ക് 250 ml 2 കപ്പ് വെള്ളത്തിൽ ഇത് കുതിരാനായിട്ട് വെക്കാം. അങ്ങനെ അതവിടെ കുതിരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് നമുക്ക് 1 ലിറ്റർ പാൽ വേണം. അത് ഏത് പാത്രത്തിലാണോ നമ്മൾ ഡിഷേർട്ട് ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് നമ്മൾ 2 പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 1 ലിറ്റർ പാലാണ്, 2 പാക്കറ്റ് പാൽ. അപ്പോൾ അതിലേക്ക് 190 ഗ്രാം മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളത് 400 ഗ്രാമിൻ്റെ ടിന്നാണെങ്കിൽ അതിൻ്റെ പകുതി ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതുപോലെയുള്ള മിൽക്ക് മേഡാണ് വാങ്ങുന്നത് കേട്ടോ. എന്നാൽ പിന്നെ നമ്മൾക്ക് ഓരോ ഡിഷേർട്ടിനും ആവശ്യത്തിനുള്ളത് ഒഴിച്ച് കൊടുത്തിട്ട് അടച്ച് വെക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലത്തെ പാക്കറ്റ് വാങ്ങുന്നത്. ടിന്നാകുമ്പോൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഉപയോഗിക്കാനൊരു ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ പാക്കറ്റ് വാങ്ങുന്നത്. അപ്പോൾ മിൽക്കി മേഡ് ചേർത്ത് കൊടുത്തിട്ട് പാല് നന്നായിട്ട് തിളക്കിയതിന് ശേഷം നമ്മൾ പാല് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതേ ടൈം തന്നെ നമ്മൾ ചൈന ഗ്രാസ് ഇപ്പോഴത്തെ സ്റ്റൗവിലും മീഡിയം ലോ ഫ്ലെയിമിൽ മെൽറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. അപ്പോൾ നമ്മളെ പാല് തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് 160 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചേർക്കണം. അപ്പോൾ ഇതുപോലുള്ളൊരു ചോക്ലേറ്റാണ് ഞാൻ എടുത്തത്. അതൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പെട്ടെന്ന് മെൽറ്റാകാൻ വേണ്ടിയിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. പാല് തിളച്ച് വന്നാൽ നമ്മൾ 160 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ പാല് ചൂടുള്ളതായതുകൊണ്ട് ചോക്ലേറ്റ് പെട്ടെന്ന് ആ പാലിൽ മെൽറ്റാവും. അങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതേ ടൈമിൽ തന്നെ നമ്മളെ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ടാവും. അത് ഈ പാലിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ചൈന ഗ്രാസ് ചേർത്തിട്ട് ഒരു 6 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 5-6 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മളെ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. മധുരമെല്ലാം ഓക്കെ ആണോ നോക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് മധുരം കുറവായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ടൈം മധുരമൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഓക്കെ ആണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഡിഷേർട്ട് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് ആ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വഴി അത് ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ ഇഷ്ടം ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇതുപോലുള്ള 2 പാത്രത്തിലാണ് സെറ്റ് ചെയ്യാൻ വെച്ചത്. അങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള ആ കുമ്പളകളെല്ലാം ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ സെറ്റായിട്ടാകുമ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല കേട്ടോ. അത് അവിടെ വേറെ ഇങ്ങനെ കുടുങ്ങിയിട്ട് ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് അതൊക്കെ ഒരു സ്പൂണ് വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ചു കൊടുക്കുക. ലെവലാക്കി കൊടുക്കുക. എന്നിട്ട് ഞാനൊരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ച് തണുപ്പിച്ചെടുക്കുക. അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ, മാക്സിമം 2 മണിക്കൂർ വെച്ച് തണുപ്പിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 മണിക്കൂറാണ് ഇത് വെച്ചത്. നന്നായിട്ട് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷേർട്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൊക്കോ പൗഡർ ഒരു അരിപ്പയിലിട്ടിട്ട് ഇങ്ങനെ ഒന്ന് കൊത്തി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ വൈറ്റ് ചോക്ലേറ്റോ നട്ട്സോ ഡാർക്ക് ചോക്ലേറ്റോ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഇതുപോലെ കൊക്കോ പൗഡർ വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊക്കോ പൗഡർ വെച്ചിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇതുപോലെ കൊക്കോ പൗഡർ വെച്ചിട്ടാണോ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന സമയത്ത് മാത്രം കൊക്കോ പൗഡർ ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കൊക്കോ പൗഡറിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴാണോ ഡിഷേർട്ട് കഴിക്കുന്നത് ആ സമയത്ത് മാത്രം ഇതുപോലെ കൊക്കോ പൗഡർ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുക്കുക.
ഒരു അരിപ്പയിലിട്ടിട്ട് തട്ടി കൊടുക്കുക. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ ഈ ഡിഷായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. നല്ല ടേസ്റ്റ് ആയിട്ടുള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷായിട്ടാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഇത് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഡിഷായിട്ടാണ്. ഉണ്ടാക്കിയാൽ എന്തായാലും വീട്ടിൽ നിങ്ങൾ സ്റ്റാറാവും, അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് കട്ട് ചെയ്യാനൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് എളുപ്പത്തിൽ കട്ട് ചെയ്തിട്ട് നല്ല ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷേർട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡിഷേർട്ടാണ്. അപ്പോൾ എല്ലാവരും ഈ ഇതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ.